അവിടെ കിരൺ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്തടക്കം കോൺഗ്രസിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് ഭൂപേന്ദർ കൂടിയാണ് എങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് ഉയർത്തി കാണിച്ചിരുന്നില്ല. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അടക്കം AICC ആസ്ഥാനത്തെത്തുകയും അത്തരം ഡൽഹി എന്നത് ഹരിയാനയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നറിയാം. ഒരുപക്ഷെ മലയാളികൾക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തിയാൽ എത്താവുന്ന ദൂരം, അത്രയും മാത്രം ദൂരം, അങ്ങനെ ട്രെയിൻ യാത്രയ്ക്കുള്ള അകലം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വിമാനയാത്രയ്ക്കോ ഒന്നും അത്രമേലടുത്ത ഒരു സംസ്ഥാനമാണ്. എന്തായാലും AICC ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ചകളടക്കം നേതാക്കളുമായി നടത്തുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ സർക്കാർ രൂപീകരിക്കാമെന്ന കൃത്യമായ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? 100% അത്തരമൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ ആരാവും മുഖ്യമന്ത്രി എന്നത് ഉയർത്തിക്കാട്ടിയായിരുന്നില്ല മത്സരം. പ്രധാനമായും കർഷക സമരങ്ങൾ മുതൽ അവിടുത്തെ ഗുസ്തിക്കാരുടെ സമരം, അങ്ങനെ നിരവധി വിലക്കയറ്റം, അഗ്നിവീറിന്റെ വിഷയങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രധാനമായും മത്സരം നടന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ഭൂപീന്ദർ സിംഗ് ഹൂഡയും കുമാരി ഷെൽജയും സുർജേവാലയും ഒക്കെയാണ്. കുമാരി ഷെൽജ തടക്കഘട്ടത്തിലൊക്കെ അവരുടെ സ്ഥാനാർത്ഥികൾ, അവർ നിർദ്ദേശിച്ചവരെ സ്ഥാനാർത്ഥികളാക്കിയില്ല എന്ന പേരിൽ പ്രചരണത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ വിട്ടുനിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ മുൻ PCC അധ്യക്ഷൻ കൂടിയായ അശോക് തൻവർ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ്, പലതവണ പാർട്ടി മാറിയ ആളാണെങ്കിലും ഏറ്റവും അവസാനം അമിത്ഷായുടെ റാലിയിൽ നിന്നാണ് നേരെ ഇറങ്ങി കോൺഗ്രസിലേക്ക് മടങ്ങി വന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട പല നേതാക്കളുമുണ്ട്. ആരായിരിക്കും അവസാനം? നിലവിലെ സാഹചര്യത്തിൽ ഹൂഡയ്ക്ക് തന്നെയാണ് കൂടുതൽ പ്രാമുഖ്യം, അല്ലെങ്കിൽ ഹൂഡയ്ക്കാണ് കൂടുതൽ സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കോൺഗ്രസ് അവിടെ ഒരു സർക്കാർ രൂപീകരിക്കും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചും ഇതേ സമാനമായ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനുണ്ട്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം പ്രതീക്ഷിക്കുന്നത് PDP വല്ലാതെ തകർന്നു, സ്വന്തമായി ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ PDP വല്ലാതെ തകർന്നു പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ PDPക്കും കഴിഞ്ഞ തവണ BJPക്കൊപ്പം ചേർന്നതുകൊണ്ടാണ് PDPക്ക് കനത്ത തിരിച്ചടി തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേരിടേണ്ടി വന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിലേക്ക് ഒരു സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പിന്തുണയിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചില നീക്കങ്ങൾ കൂടി നേരത്തെ തന്നെ ഇപ്പോൾ ഉമർ അബ്ദുള്ളയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ മുഹമ്മദ് മുഫ്തിയുമായി ചേർന്ന് നടത്തിയിരുന്നു. അത്തരം സാധ്യതകൾ കൂടി രണ്ടിടത്തും ആലോചിക്കുന്നുണ്ട്. അവിടെ കിരൺ, ഒരു പക്ഷേ ഈ കറുത്ത കുതിര എന്നൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തെ നിർണ്ണയിക്കുന്ന ശക്തികളെ വിശേഷിപ്പിക്കാറുണ്ട് എങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ നിർണായകമാകുമോ എന്ന സംശയം ഇപ്പോഴേ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസ് അടക്കം, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല. അവിടെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന MLA-മാരാണ് അധികാരത്തെ നിർണ്ണയിക്കുന്നത് എങ്കിൽ സുപ്രീം കോടതി അടക്കം സമീപിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അഭിലാഷ്, അത് തന്നെയാണ്. ഒരു വശത്ത് ജനവിധി നടക്കുന്നു, മറുഭാഗത്ത് 5 പേരെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നു. ഈ 5 പേരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ 5 പേരും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന MLA-മാരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾക്ക് വിജയിക്കണമെങ്കിൽ ഈ 5 സീറ്റ് കൂടി അധികം വേണം. BJPക്കാണെങ്കിൽ 5 സീറ്റ് കുറച്ച് ലഭിച്ചാലും അധികാരത്തിലേക്ക് വരാം എന്നുള്ള ഒരു വിഷയമാണ് ഉയർത്തി കാണിക്കുന്നത്. ഇത് സുപ്രീം കോടതിയിൽ വരെയുള്ള നിയമ പോരാട്ടത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അഭിലാഷ് പറഞ്ഞതുപോലെ ലഫ്റ്റനന്റ് ഗവർണറുടെ തീരുമാനമൊക്കെ ഏറ്റവും നിർണായകമാകും. നമുക്കറിയാം പലതവണ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും അവരെ ആദ്യം സർക്കാർ രൂപീകരിക്കാൻ വിളിക്കാതെ 2018 കർണാടകയിലടക്കം തുടങ്ങിയതാണ്. അവിടെ അന്ന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ച് JDS-ന് പിന്തുണ പ്രഖ്യാപിച്ച് 2 പേർക്കും കൂടി വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്നറിഞ്ഞിട്ടും അന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന പേരിൽ BJP-ആണ് സർക്കാർ രൂപീകരിക്കാനായി ഗവർണർ ക്ഷണിച്ചത്. പല ഘട്ടത്തിലും അങ്ങനെ BJP സർക്കാരുകളുടെ കാലത്ത് ഗവർണർമാർ അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയും അത്തരത്തിൽ ഗവർണർ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാധ്യത പ്രതിപക്ഷ പാർട്ടികൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അത് കുറെ കൂടി നേരത്തെ കണ്ടു എന്നതിന്റെ കൂടി ഫലമാണ് PDP പോലൊരു പാർട്ടിയുമായി ചേർന്ന് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിൽ യോജിച്ച് മത്സരിക്കാൻ കഴിയാത്ത, കാരണം 2 പേർക്കും ഏകദേശം ഒരേ വോട്ട് ബാങ്ക് തന്നെയാണ് ഉള്ളത്, PDP-യും നാഷണൽ കോൺഫറൻസും. ഈ 2 പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് ശേഷം വേണമെങ്കിൽ ഒരു സഖ്യത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ധാരണയിലേക്ക് പോകാം. ആ തരത്തിലേക്കുള്ള ചർച്ചകൾ തന്നെ ഫലം വരുന്നതിന് മുമ്പേ തുടങ്ങിയതിന്റെ അർത്ഥം BJP പ്രതിപക്ഷ പാർട്ടികളെ വെട്ടി ഇത്തരം കളികൾ കളിക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതകൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു ശ്രമം നടത്തുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന 10-ലേറെ സ്വതന്ത്രന്മാരുണ്ട്. അതിൽ ചിലരെങ്കിലും വിജയസാധ്യത ഉള്ളവരാണ്. എഞ്ചിനീയറുടെ പാർട്ടിയുടെ ഉണ്ട്, അവർക്കും 3-4 MLA-മാരെ അടക്കം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഈ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തു നിലപാട് സ്വീകരിക്കും, ഏതു സഖ്യത്തിനൊപ്പം പോകും എന്നതൊക്കെ കശ്മീരിനെ സംബന്ധിച്ച് അവിടെ ഒരു തൂക്ക് മന്ത്രിസഭയാണ്, ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതെല്ലാം വളരെ പ്രധാനമാകും. അപ്പോൾ ഹരിയാനയേക്കാൾ അപ്പുറത്തേക്ക് ജമ്മു കാശ്മീരിന്റെ ഇത്തരം വിഷയങ്ങളിലേക്ക് കൂടി നമുക്ക് കൂടുതൽ കടക്കേണ്ടി വരികയും ചെയ്യും.
സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു തുടങ്ങിയതുപോലെ ഇത് ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും ജനവിധിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിലും വലിയ തോതിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാണ് എന്നാണല്ലോ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് മൂന്നാം ടേമിലും അധികാരത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദി. ഇനി നരേന്ദ്രമോദി പ്രഭാവം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളെ വിജയിക്കാൻ സാധിക്കുമോ? ഒരു പക്ഷേ മറ്റൊരു ടേമിലേക്ക് പ്രധാനമന്ത്രി എന്ന നിലയിലൊന്നും മോദി പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ BJPക്ക് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എന്തു തുറുപ്പുചിട്ടായിരിക്കും മുന്നോട്ട് വെക്കാൻ സാധിക്കുക? ഒരു ഘട്ടത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടത്തിയ ഒരു മടങ്ങിവരവുണ്ടല്ലോ, അത് കൂടുതൽ കരുത്തു പകരുന്നുണ്ടോ? ഇത്തരം ദേശീയ തലത്തിൽ കൂടി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയല്ലേ കിരൺ വരാൻ പോകുന്നത്? അഭിലാഷ്, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന 4 പ്രധാന സംസ്ഥാനങ്ങളിലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള 4 പ്രധാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരകനായി നിന്നത് നരേന്ദ്രമോദിയായിരുന്നു. മോദി സർക്കാർ, മോദിക്ക് വേണ്ടി വോട്ട് ചോദിക്കുക എന്നുള്ള രീതിയായിരുന്നു. എന്നാൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പിൽ ആകെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തെക്കാൾ കുറവ് യോഗത്തിൽ മാത്രമാണ് നരേന്ദ്രമോദി പങ്കെടുത്തത്. BJPയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഇത്രകാലവും നരേന്ദ്രമോദി എന്ന ഒറ്റ നേതാവിനെ മുന്നിൽ നിർത്തുക, ആ നേതാവിന് വേണ്ടി വോട്ട് ചോദിക്കുക, പരമാവധി യോഗങ്ങളിൽ നരേന്ദ്രമോദിയെ എത്തിക്കുക, അവിടെയായിരുന്നു വോട്ട് ബാങ്ക്. മോദിയാണ് വോട്ടിനെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി BJP കണ്ടതെങ്കിൽ ഈ ഹരിയാന തെരഞ്ഞെടുപ്പിലോ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിലോ മോദി പ്രചരണത്തിനുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രചരണത്തിന് മുന്നിൽ നിന്നു എന്നൊക്കെ പറയുമ്പോഴും മോദി മാത്രം എന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മോദി മുന്നിൽ നയിക്കുക അത്തരം ഒരു അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളില്ലായിരുന്നു. ഇതിനിടയിൽ തന്നെ പ്രധാനമന്ത്രി പല ഘട്ടത്തിലും വിദേശ രാജ്യത്തൊക്കെയായിരുന്നു. അത്തരത്തിലേക്ക് ഒരു പ്രചരണത്തിൽ തന്നെ BJPയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഭാവിയെ കൂടി മുന്നിൽ കണ്ടുള്ള മാറ്റമാവാം ചിലപ്പോൾ അത്, അല്ലെങ്കിൽ സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനപ്പുറത്തേക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്നുള്ള ചിന്തയാവും. അങ്ങനെ പല കാരണങ്ങളൊക്കെ അതിന് കാണാം. എന്തായാലും നരേന്ദ്രമോദി താരപ്രചാരകനായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല എന്തായാലും ഹരിയാനയിലും ജമ്മു കാശ്മീരിൽ നടന്നത്. ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി ഈ രണ്ടിടത്തും ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ പാർട്ടികളെല്ലാം ചേർന്ന് ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന് കരുതരുത്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 90 സീറ്റുകളിൽ ആകെ സഖ്യത്തിലുള്ളത് CPM മാത്രമാണ്. ഒരു സീറ്റിൽ മത്സരിക്കുന്ന CPM, 89 സീറ്റുകൾ മത്സരിക്കുന്ന കോൺഗ്രസ്. അവിടെ AAP അടക്കമുള്ള പാർട്ടികളുമായി സഖ്യമില്ല. AAPക്ക് 6 സീറ്റ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. 10 സീറ്റ് വേണമെന്ന് AAP ആവശ്യപ്പെട്ടു. പക്ഷേ AAP ഏകദേശം 80-ഓളം സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. എവിടെയും വിജയ സാധ്യത പക്ഷേ കാണുന്നില്ല. അതിന് മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ടാവും. അത്തരം ഒരു സഖ്യത്തിലേക്ക് പോകാതിരിക്കാൻ ഡൽഹിയിൽ വരുമ്പോൾ ഡൽഹിയിൽ AAP ഒറ്റയ്ക്ക് മത്സരിച്ചാലും ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടെങ്കിൽ ഹരിയാനയിൽ സഖ്യത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും ഡൽഹിയിലും അത്തരം സീറ്റ് ധാരണയിലേക്ക് വരുമോ എന്നുള്ള ആശങ്കയൊക്കെ, അങ്ങനെ പല പല രാഷ്ട്രീയ കാരണങ്ങൾ, ഭാവി കണ്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അങ്ങനെ ഒരു സഖ്യമായിട്ടില്ല. ജമ്മു കാശ്മീരിലാണെങ്കിൽ ജമ്മു കാശ്മീരിൽ PDP അടക്കം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ അവിടെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും JKNC ചേർന്നാണ് മത്സരിക്കുന്നത്. ഒമർ അബ്ദുള്ള നയിക്കുന്ന നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമാണ് ഒരു സഖ്യമായി മത്സരിക്കുന്നത്. PDP മറുഭാഗത്താണ് മത്സരിക്കുന്നത്. BJP മറ്റൊരു ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യ സഖ്യവും BJPയും തമ്മിലുള്ളൊരു പോരാട്ടം എന്നൊക്കെ പറയാൻ വിശാലമായ അർത്ഥത്തിൽ കഴിയില്ല. ജമ്മു കാശ്മീരിലെ സഖ്യം തന്നെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരുമിച്ച് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ കാണുന്ന ഒരു സഖ്യ രീതിയിൽ ഒരുമിച്ച് ഒരു വേദിയിൽ വരികയോ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രചരണം നയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചില സീറ്റുകൾ ധാരണയുണ്ട്, ചില സീറ്റുകൾ സൗഹൃദ മത്സരമുണ്ട്. സഖ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു സഖ്യം മാത്രമാണ് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ളത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ കോൺഗ്രസ് പ്രധാനമായും മത്സരിക്കുന്നു. നാഷണൽ കോൺഫറൻസിന്റെ ശക്തി കേന്ദ്രങ്ങൾ അവർ മത്സരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ സീറ്റ് ധാരണ, എന്നതിനപ്പുറത്തേക്ക് ഒരു പൂർണ്ണ തോതിലുള്ള സഖ്യമൊന്നും അവിടെയും രൂപപ്പെട്ടിരുന്നില്ല. എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ ആവാം അവിടെ ഒരു കൃത്യമായ ഫലം. എല്ലാ അഭിപ്രായ സർവേകളും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് അങ്ങനെ ഒരു മെജോറിറ്റി നൽകുന്നില്ല. പലരും തൂക്ക് മന്ത്രിസഭയിലേക്കും ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്കും അടക്കം എന്തായാലും പ്രവചനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പ്രവചനങ്ങൾ ഫലം കാണുമോ എന്നതാണ് അറിയേണ്ടത്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ അവിടെ BJPയും കോൺഗ്രസും നേർക്കുനേർ പോരാടുന്ന പ്രദേശം. നാഷണൽ കോൺഫറൻസിന് വളരെ കൃത്യമായി സ്വാധീനം, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന കണക്കുകൂട്ടലുകൾ. ഒപ്പം നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPMന്റെ അനുഭാവികൾക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഹരിയാനയിൽ ഓം പ്രകാശ് ഭിവാനിയ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്.